വിൻ്ററൊക്കെ മാറിയാലും ജപ്പാനിൽ ഇപ്പോഴും ഓരോ ദിവസം ഓരോ ക്ലൈമറ്റാണ്. ചില ദിവസം നല്ല തണുപ്പാണെങ്കിൽ അടുത്ത ദിവസം നല്ല ചൂടായിരിക്കും. ഇന്ന് ഞങ്ങൾ നെസൂവിലേക്കാണ് പോകുന്നത്. നെസു ഷ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ നിന്നിട്ട് വേണം പോകാനായിട്ട്. പക്ഷേ ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പൂക്കളാണ് കേട്ടോ. പല കളറിലുള്ള പൂക്കൾ അവരിങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 500 yen ടിക്കറ്റ് ഒരാൾക്ക്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെ ഇല്ലേ ഈ താഴെ കാണുന്നതാണ് ഇവിടുത്തെ ഷ്രൈൻ കേട്ടോ. ഇതൊരു പഴയ ഷ്രൈനാണ്. ഷ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. പിന്നെ അവിടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡാണ്. ഈ ഷ്രൈനിന് ചുറ്റുമായിട്ട് ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. അവിടെ ഈ വെജിറ്റബിൾ മുതൽ ഫിഷ് ഐറ്റം വരെയുള്ള ഫുഡുകളുണ്ട്. എല്ലാവരും ഈ ഫുഡൊക്കെ മേടിച്ചിട്ട് ഈ ഷ്രൈനിന് ചുറ്റുമൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ജപ്പാനിലെ ഒരു ഫേമസ് സ്ട്രീറ്റ് സ്നാക്സ് ആണ്. പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ജപ്പാൻകാരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസ്. ഇവരുടെ ഈ ഡാൻസിൽ ചെറിയ കുട്ടികൾ മുതൽ നല്ല പ്രായമുള്ളവർ വരെ ഈ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. عليك